ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു 45, 25 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കോഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പൊളിറ്റി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി, ബാക്കി വരുന്ന ജനറൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ബാക്കി 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും എന്തായിരിക്കും, നമ്മുടെ റിനൈസൻസ് എന്നുള്ള ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. യെസ്. ചോദ്യം മുതൽ നമുക്ക് നോക്കി തുടങ്ങാം അല്ലേ? ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഈസ് നോൺ as ആന്ധ്ര കേസരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിപിടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ? പിപിടി ഷെയർ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇല്ലല്ലോ, ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല, ക്ലാസ്സിലോട്ട് ഷെയർ പ്രസന്റഡ് അല്ല എന്ന് പറഞ്ഞതാണ്. ഓ, ആവുന്നില്ലേ? സെക്കൻഡ് ഒരു സെക്കൻഡ്. ആവുന്നുണ്ടോ? ചേഞ്ച് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ പറയാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഹൂ ഈസ് നോൺ as ആന്ധ്ര കേസരി എന്നുള്ളതാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ തന്നിട്ടുണ്ട് കെ കേളപ്പൻ, അതേപോലെ ടി പ്രകാശം, EMS നമ്പൂതിരിപ്പാട്, കെ ദിവാകരൻ. ഇത്രയും പേരെയാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ സാധാരണ ജനറലായിട്ട് PSC പഠിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് ടി പ്രകാശം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അല്ലെ. അദ്ദേഹം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെയുള്ള പല ഓപ്ഷനുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. കെ കേളപ്പൻ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ടും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇവരെല്ലാം പൊതുവെ ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ടി പ്രകാശം എന്നുള്ളത് ഓപ്ഷൻ ബി എന്നുള്ള ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത്? ഓക്കെ, തങ്കുത്തൂരി പ്രകാശം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ടി പ്രകാശം എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആന്ധ്ര സംസ്ഥാനത്തിനെ രൂപീകരിക്കുകയും അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയിൽ ഉണ്ടായിരുന്ന കുറേയധികം ആന്റി കൊളോണിയൽ ആക്ടിവിറ്റികളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ ഒരു സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് പ്രക്ഷോഭമൊക്കെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ശ്രീരാമലു, പോറ്റി ശ്രീരാമലു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷാടിസ്ഥാനത്തില് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ട് ആന്ധ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം പ്രത്യേകമായിട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ചെയ്യുകയും അദ്ദേഹം കുറെ ദിവസത്തെ നിരാഹാരത്തിന് ഒടുവിൽ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനമായിട്ട് ആന്ധ്ര സംസ്ഥാനം മാറുകയാണ്. അതിനുശേഷം പിന്നീട് സംസ്ഥാന പുനഃസംഘടന വന്നു കഴിഞ്ഞപ്പോൾ 1956 ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനവും എന്ത് തന്നെയാണ്, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. അപ്പൊ 1953 അത് ആന്ധ്രയായിട്ട് വന്നു, 1956 ആന്ധ്രാപ്രദേശ് ആയിട്ട് വന്നു. അപ്പൊ എന്താണ് ഇദ്ദേഹം ടി പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തില് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാനും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രവിശ്യ ഉണ്ടാക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിച്ചിട്ടുള്ള ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആന്ധ്ര എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിന് 1953 രൂപീകരിക്കുമ്പോൾ ആ ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണ്, സ്ലൈഡ് മാറുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ്.
നോക്കാം. ഇപ്പൊ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് ഈ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം 1842 ജനിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 52 അത് പോട്ടെ. എന്തായാലും ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ആന്ധ്ര മഹാസഭ എന്ന് തന്നിട്ട് ആനന്ദ മഹാസഭ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ റിയൽ നെയിം എന്ന് പറയുന്നത് കുഞ്ഞൻ പിള്ളை എന്നാണ് തന്നിട്ടുണ്ട്. പിന്നെന്താ ഓൾസോ നോണസ് ആലത്തൂർ സ്വാമി എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എപ്പോഴും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുന്ന സമയത്ത് ആദ്യം നോക്കണം എന്താണ് ട്രൂ ആണോ ചോദിച്ചിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്നതിനുള്ള തെറ്റാണോ ചോദിച്ചേക്കുന്നത് നോക്കണം. ഇവിടെ ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ 2ഉം 4ഉമാണ് ശരി. അപ്പൊ നോക്കാം. അദ്ദേഹം ആനന്ദ മഹാസഭ എന്ന് പറയുന്ന ഒരു മതത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മതം അല്ലെങ്കിൽ ഒരു ദർശനമാണ് അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ആനന്ദ മഹാസഭ. അദ്ദേഹം പറയുന്നത് ശരിയായിട്ടുള്ള സ്വർഗ നരകങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെയാണ് എന്നുള്ളൊരു ദർശനമുള്ളതായിരുന്നു ആനന്ദ മഹാസഭ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അദ്ദേഹം എന്തും കൂടി അറിയപ്പെടുന്നു? ആലത്തൂർ സ്വാമി എന്നുകൂടി അറിയപ്പെടുന്നു. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇദ്ദേഹം പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ള ഒരു നവോത്ഥാന നായകനായിരുന്നു. ഈ പറയുന്ന ആനന്ദ മഹാസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദർശനത്തിന് രൂപീകരണത്തിന് കാരണമായി. പിന്നെന്താ, നിരീശ്വരവാദികളുടെ യോഗി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നിരീശ്വരവാദത്തിന് ഒക്കെ എന്ത് ചെയ്തിരുന്ന സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തുന്നുണ്ട് നമുക്കറിയാം അല്ലെ. നമ്മൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ അല്ലെങ്കിൽ ശിവപ്രതിഷ്ഠ ഇങ്ങനെ പല പ്രതിഷ്ഠകൾ നടത്തുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള വിഗ്രഹാരാധനയ്ക്ക് അല്ലെങ്കിൽ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് എതിരെ നിന്നിരുന്ന ഒരു ദർശനത്തിനെതിരെയായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ എന്നുകൂടെ നോക്കി വെക്കാം. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു അല്ലെ. ആനന്ദ മഹാസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു 1918. അപ്പോ ആനന്ദ ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദർശനം അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി. അതില് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ നല്ലതും ചീത്തയും ഒക്കെ ഇവിടെ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലാതെ നരകങ്ങളില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ദർശനം എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെന്താ, പ്രധാനമായിട്ടും സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ എന്ന് പറയുന്നത് ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നു. പിന്നെന്താ, ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നുണ്ട്, സിദ്ധമുനി, പിന്നെന്താ പുരുഷ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ബേസിക് നോട്ട്സ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 13ാമത്തെ ചോദ്യം ഈസി ആയിട്ടുള്ള സിമ്പിൾ MCQ ചോദ്യം തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമർ ഫസ്റ്റ് ടു മേക്ക് മിറർ കൺസെഷൻ ഇൻ സൗത്ത് ഇന്ത്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണെന്നാണ് ചോദ്യം. സാധാരണ ഇങ്ങനത്തെ ഉള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് കണ്ണാടി പ്രതിഷ്ഠ കാണുമ്പോൾ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുവിന് കൊടുക്കാൻ നമുക്ക് തോന്നും. അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ശ്രീനാരായണ ഗുരുവിന് തന്നിട്ടുമുണ്ട്. അതാണ് രസം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ദക്ഷിണേന്ത്യ എന്നാണ് വന്നേക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന ആളാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികള് ഈ പറയുന്ന ആളുകളുടെയൊക്കെ, അതായത് നമ്മൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെക്കാളൊക്കെ മുമ്പ് പ്രവർത്തനം നടത്തിയിരുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന വ്യക്തിയായിരുന്നു വൈകുണ്ഠ സ്വാമി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞു പോയ പല ക്ലാസ്സുകളിലും വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. വൈകുണ്ഠ സ്വാമിയെ കുറിച്ചുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതിലൊരു സ്ഥിരം സാന്നിധ്യമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. അദ്ദേഹത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത് സമത്വ സമാജം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമാജം രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം 1836 ഈ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. പിന്നെന്താ, ഇദ്ദേഹം അയ്യാവഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ദർശനം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അയ്യാവഴി എന്ന് പറയുന്നത് അതിനകത്ത് നിഴൽ താങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദർശനം കൂടി ഉണ്ടായിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശയങ്ങളെ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ,
അവരെ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം പലതരത്തിലുള്ള പതികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുകയുണ്ടായി. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പതികൾ എന്നാണ് വിളിക്കുന്നത്. ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഓരോ സെക്ഷൻ ആയിട്ട് അദ്ദേഹം തിരിച്ചു. ആ സെക്ഷനുകളെ വിളിക്കുന്ന പേരാണ് പതികൾ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ദക്ഷിണേന്ത്യയിൽ പ്രധാനമായിട്ടും എന്താണ് കണ്ണാടി പ്രദർശനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെന്താണ്, ഇദ്ദേഹത്തിന്റെ ഈ പലതരത്തിലുള്ള ദർശനങ്ങൾ കാരണം അല്ലെങ്കിൽ പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കറുത്ത നീചരുടെ ഭരണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനന്തപുരി ഡെവിൾ അല്ലെങ്കിൽ അനന്തപുരി നീചൻ എന്ന് അന്നത്തെ തിരുവിതാംകൂർ രാജാവിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാതി തിരുനാളിനെ അദ്ദേഹം പറയുന്നുണ്ട്. അത് കാരണം കൊണ്ട് അദ്ദേഹത്തെ കുറെ കാലം ശിങ്കാരത്തോപ്പ് ജയിലില് അദ്ദേഹത്തെ അടക്കുകയുണ്ടായി. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു തൈക്കാടയ്യ എന്ന് പറയുന്നത്. തൈക്കാടയ്യയുടെ ശിഷ്യനാണ് സ്വാതി തിരുനാള്. അതുകൊണ്ട് തന്നെ തൈക്കാടയ്യ പറയുന്നതിന് ശേഷം ഇദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഇദ്ദേഹം വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഇത് PSCയിൽ സാധാരണ ചോദിക്കുന്ന ഒരു സംഭവമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിക്കാറുണ്ട്. എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന സംഭവമാണ് അല്ലെ? ആരാണ്? വൈകുണ്ഠസ്വാമിയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തെ കുറിച്ച് നോക്കാറ്. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന നവോത്ഥാന നായകരെ കുറിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള പോയിന്റുകൾ തന്നെയാണ് PSC എപ്പോഴും ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, വളരെ ജനറൽ ടോപ്പിക്കിൽ നിന്നും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭാഗമേ നിങ്ങൾക്കുള്ളൂ. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ പഠിക്കാനുള്ള പാർട്ട് ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് നല്ല ആഴത്തില് അല്ലെങ്കിൽ ഒരുപാട് അധികം സ്റ്റേറ്റ്മെന്റോട് കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആത്മകഥകളെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഹൂ റോട്ട് ദ ബുക്ക് കഴിഞ്ഞ കാലം? കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ആത്മകഥ രചിച്ചിട്ടുള്ള വ്യക്തി ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? KP കേശവമേനോനാണ് അല്ലെ? അത് എല്ലാവർക്കും അറിയുന്ന വളരെ എളുപ്പമായിട്ടുള്ള ഒരു സിമ്പിൾ MCQ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ആത്മകഥകൾ നമുക്കൊന്ന് നോക്കിപ്പോ അല്ലെ. അപ്പൊ ആത്മകഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥ ആരാ എഴുതിയേക്കണേ? EMS നമ്പൂതിരിപ്പാടാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളത് 1.25 കോടി മലയാളികൾ. അത് രചിച്ചിട്ടുള്ള ആരാ? EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. അത് രചിച്ചിട്ടുള്ളത് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മകഥ തന്നെയാണ്. ഓക്കെ, അതിപ്പോ ഇദ്ദേഹം മാത്രമല്ല ആത്മകഥ എന്നുള്ള പേരിൽ എഴുതിയേക്കുന്നത്. KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേരും എന്ത് തന്നെയാണ്? ആത്മകഥ എന്നത് തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കുക, EMS നമ്പൂതിരിപ്പാട് അതേപോലെ KR ഗൗരിയമ്മ, ഇവരുടെ രണ്ടുപേരുടെയും ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ എന്ന് തന്നെയാണ്. അടുത്തത്, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന് പറയുന്നത് രചിച്ചിട്ടുള്ള ആരാ? ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത് അല്ലെ. വയലാർ അവാർഡ് നേടിയിട്ടുള്ള ആ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ലളിതാംബിക അന്തർജനം എന്ന് പറയുന്നത്. അവരുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആത്മരേഖ. ആത്മരേഖ എന്ന് പറയുന്ന രചിച്ചിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്ന എഴുത്തുകാരൻ രചിച്ചിട്ടുള്ളതാണ് ആത്മരേഖ എന്ന് പറയുന്ന ആത്മകഥ. പിന്നെ തിക്കൊടിയന്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ എന്ന് പറയുന്നത്. നടനാണല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ്? അരങ്ങു കാണാത്ത നടൻ എന്ന് പറയുന്ന ഏതാണ്? തിക്കൊടിയന്റെ ആത്മകഥയാണ്. അടുത്തത് അരങ്ങും അണിയറയും. അരങ്ങും അണിയറയും എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായരുടേതാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ എന്താ പറയാ ആത്മകഥയാണ് അരങ്ങും അണിയറയും എന്ന് പറയുന്നത്. പിന്നെ മാധവിക്കുട്ടിയുടേത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്റെ കഥ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും ആത്മകഥ എന്നല്ല, അവരുടെ ആത്മകഥാംശമുള്ള ഒരു പുസ്തകം കൂടിയാണത്. പക്ഷെ PSC ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്റെ കഥ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. പിന്നെ എന്റെ നാടക സ്മരണകൾ എന്നുള്ളത് ആരാ എഴുതിയിരിക്കുന്നത്? PG ആന്റണിയാണ്. PG ആന്റണി നിങ്ങൾക്ക് അറിയുമായിരിക്കില്ലേ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരുപാട് നാടകങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ നാടക സ്മരണകൾ എന്ന് പറയുന്നത്. പിന്നെ മന്നത്ത് പത്മനാഭന്റെ അറിയാമായിരിക്കും, മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ഇത് പ്രധാന ഒരു പോയിന്റ് ആണ്. കാരണം നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മകഥ അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടിയാണ്. പിന്നെ പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടേതാണ് എന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്.
അപ്പോ ഈ ഒരു പറയുന്ന ടോപ്പിക് ആത്മകഥകൾ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോയത്. എങ്ങനെയെങ്കിലുമൊക്കെ അത് പഠിച്ചു വെക്കുക. എന്തെങ്കിലും കോഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമന്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ കോഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഇത് ഞാൻ അല്ലാതെ പഠിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവരുടെ ഒരു ജീവിതം അല്ലെങ്കിൽ അവരുടെ വർക്കിന്റെ ആ ഒരു ഇതെന്തായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് അരങ്ങ് മണിയറയും കലാവട്ടലം കൃഷ്ണൻ നായർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് കണക്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോ കമന്റ് ചെയ്യുക, കോഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഞാനത് ഉണ്ടാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വല്ലതും പറഞ്ഞുതരാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ ആണ്. എന്താണ്? എന്റെ വഴിയമ്പലങ്ങൾ എന്നുള്ളതാണ്. എന്റെ വഴിയമ്പലങ്ങൾ എന്നുള്ള ഒരു ആത്മകഥ രചിച്ചിട്ടുള്ളത് ആരാണ്? എസ് കെ പൊറ്റക്കാടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കുക. നോക്കുക, കാട് നമ്മൾ വഴിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വഴിയുടെ സൈഡിൽ കാടും പൊന്തയൊക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെ ആലോചിച്ച് വെക്കുക. എന്റെ വഴിയമ്പലങ്ങൾ ആരുടേതാണ്? എസ് കെ പൊറ്റക്കാടിന്റേതാണ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് കിട്ടും. ഈ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ പോലെ അന്ന് ഹലോ എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊരു യാത്ര പോകുന്ന സമയത്താണ് ഈ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക അല്ലെ? സത്രം അല്ലെങ്കിൽ വഴിയമ്പലങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ പണ്ടൊക്കെ കാൽനടയായിട്ടാണ് ആളുകൾ യാത്ര പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പോലെ എയ്റോപ്ലെയിനും തീവണ്ടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? കുറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ് രാത്രിയാവും, പിന്നെ നടക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇതേപോലെയുള്ള സത്രങ്ങളിലൊക്കെ അവർ ചെറുതായിട്ട് തങ്ങും അല്ലെ? അങ്ങനെയുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത്. എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പ്രധാനമായിട്ടും യാത്രാ വിവരണങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, കാപ്പിരികളുടെ നാട്ടിൽ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മകഥ എന്തായിരിക്കും? എന്റെ വഴിയമ്പലങ്ങൾ എന്നുള്ളതായിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തത് എന്താണ്? എന്റെ കഥയില്ലായ്മകൾ എന്നുള്ളതാണ്. എന്റെ കഥയില്ലായ്മകൾ രചിച്ചിട്ടുള്ളത് ആരാണ്? AP ഉദയഭാനുവാണ്. ഇത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. ഇതിപ്പോ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചൊന്നും അല്ല, അല്ലാതെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇപ്പൊ നിങ്ങൾ ഉദയനാണ് താരം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ആ സിനിമയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത്? ഉദയഭാനു എന്ന് പറയുന്ന ആളുടെ തിരക്കഥ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? സരോജ് കുമാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് ആ സിനിമ പോകുന്നത്. അപ്പോ ഉദയനാണ് താരത്തിനകത്ത് തിരക്കഥ മോഷ്ടിക്കുകയാണ് ചെയ്യണത്. അപ്പൊ എന്റെ കഥയില്ലായ്മകളായി ആരാണ് അത് രചിച്ചിട്ടുള്ളത്? AP ഉദയഭാനു ആണ്. ഓക്കെ, അടുത്തത് എന്റെ നാടുകടത്തൽ. എന്റെ നാടുകടത്തൽ എന്നുള്ളത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ചിട്ടുള്ള ആത്മകഥയാണ്. ഇത് നമുക്ക് ഓർക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്താൽ മതി. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കിന് കൂടെ ഒരു ഉത്തരം കൂടെ നമുക്ക് ഇവിടെ കണക്ട് ആയിട്ട് കിട്ടും. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വർക്ക് ചെയ്തിരുന്ന സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ? അപ്പൊ ഈ ഒരു പത്രത്തിനകത്ത് അന്നത്തെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന അനീതിപൂർണമായിട്ടുള്ള ഭരണത്തെക്കുറിച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഒരുപാട് ലേഖനങ്ങൾ രചിക്കുകയുണ്ടായി. ആ പറയുന്ന ലേഖനങ്ങള് വളരെ വിവാദമായിട്ട് മാറുകയും അന്നത്തെ ദിവാനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു എഡിറ്റോറിയലിന്റെ പേരില് അദ്ദേഹത്തെ എന്ത് ചെയ്യുണ്ടായി? നാട് കടത്തുകയും ചെയ്യുകയുണ്ടായി തമിഴ്നാട്ടിലേക്ക്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് എന്റെ നാടുകടത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അതിനുശേഷം സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം അടച്ചുപൂട്ടാനായിട്ട് കാരണമാവുകയും അപ്പോഴാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത്. എന്താണ്? എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. രണ്ട് ചോദ്യം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയുണ്ടായി. അന്നത്തെ ദിവാനെ കുറിച്ച് അദ്ദേഹം എഡിറ്റോറിയൽ രചിച്ചത് കാരണം. അപ്പൊ അങ്ങനെയാണ് സ്വദേശാഭിമാനി എന്ന പത്രം അടച്ചുപൂട്ടാനായിട്ട് കാരണമായത്. അപ്പോഴാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് കിട്ടി, അതിന്റെ എഡിറ്റർ ആരായിരുന്നു എന്ന് കിട്ടി, ഈ പറയുന്ന ആത്മകഥയെ നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത് എന്റെ ജീവിത കഥ രചിച്ചിട്ടുള്ളത് AKG ആണ്. ഓക്കെ, അത് അങ്ങനെ പഠിച്ചു വെക്കുക. എന്റെ ജീവിത കഥ AKG, AK ഗോപാലൻ. AK ഗോപാലിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, AKG എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സ്ഥാപകരിൽ ഒരാളായിരുന്നു AKG എന്ന് പറയുന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അന്ന് കേരളത്തിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ അന്ന് മലബാർ ഭാഗം എന്ന് പറയുന്നത് നേരിട്ട് ബ്രിട്ടീഷിന്റെ ഭരണത്തിന്റെ കീഴിലാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കേരളം. അന്ന് ഇതുപോലെ കേരളം ഇല്ല അല്ലെ?
അപ്പൊ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത് രാജഭരണത്തിന്റെ കീഴിലായിരുന്നു. ഈ രാജാവ് എങ്ങനെയായിരുന്നു? സബ്സിഡറി അലയൻസ് പ്രകാരം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ. അങ്ങനെ നേരിട്ടല്ല എങ്കിലും ഇൻഡയറക്റ്റഡ് ആയിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. കൊച്ചിയും എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? കൊച്ചിയിലും അതുപോലെ തന്നെ ഭരണകർത്താക്കൾ എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് മലബാറിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. മലബാർ ഭാഗം എന്ന് പറയുന്നത് നേരിട്ട് ബ്രിട്ടീഷിന്റെ കീഴിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നതിന്റെ കീഴിലായിരുന്നു മലബാർ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലബാറിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശോചനീയാവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മലബാറിൽ നിന്നും നമ്മുടെ മദ്രാസിലുള്ള ഒരു ഭരണകൂടത്തിന്റെ അടുത്തേക്ക് പട്ടിണി ജാഥ നയിച്ചിട്ടുള്ള വ്യക്തിയാണ് AK ഗോപാലൻ അല്ലെങ്കിൽ AKG എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്ട് നമ്മൾ നോക്കി. അടുത്തത് 15ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു മലബാർ റിബല്യൻ? മലബാർ റിബല്യൻ അല്ലെങ്കിൽ മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത്. മലബാർ റിബല്യൻ ബ്രോക്ക് ഔട്ട് ഇൻ 1925 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1925 ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ട്രൂ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയുള്ള തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് വാഗൺ ട്രാജഡി വാസ് ആൻ ഇൻസിഡന്റ് ഡ്യൂറിംഗ് മലബാർ റിബല്യൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ മുഹമ്മദ് അലി ആൻഡ് ഷർക്കത്ത് അലി വേർ ദ ലീഡേഴ്സ് ഓഫ് മലബാർ റിബല്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂക്കാട്ടൂർ വാർ ഇൻ ഓഗസ്റ്റ് 1921 റിലേറ്റഡ് ടു മലബാർ റിബല്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിയുത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഒരു ഉത്തരം. അതായത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് മലബാർ റിബല്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പൂക്കോട്ടൂർ വാർ എന്ന് പറയുന്നത് 1921 മലബാർ റിബല്യനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ 1920-21 കാലഘട്ടത്തിലാണ് മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ റിബല്യൻ നടക്കുന്നത് അല്ലെ. അപ്പൊ അത് പ്രകാരം IV ശശിയുടെ ഒരു സിനിമയൊക്കെ ഉണ്ട്. 1921 എന്ന് പറയുന്നത് മാപ്പിള ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമയാണ്. അപ്പൊ ആ വർഷം വെച്ച് നമുക്ക് കണക്ട് ചെയ്യാലോ. 1921 അപ്പൊ 25 എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മാപ്പിള റിബല്യൻ ഓൾസോ നോൺ ആസ് മാപ്പിള റിയോട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കുന്നത്? 1921 നടക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലബാർ എന്ന് പറയുന്ന പ്രദേശം നേരിട്ട് ബ്രിട്ടീഷിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നികുതിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് ചെറിയ 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 ലഹളകളായിട്ട് പല സ്ഥലങ്ങളിൽ ഉണ്ടായി. ഈ പറയുന്ന 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും നടന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ ലഹളകളെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബ്രിട്ടീഷിനെതിരെയും അതേപോലെ തന്നെ ഹിന്ദു ലാൻഡ് ലോഡ്സിനെതിരെയുമായിരുന്നു അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ കുറെ അധികം മേഖല ഒരു ലാൻഡ് ലോഡിന്റെ അല്ലെങ്കിൽ ഒരു ജന്മിയുടെ കീഴിലായിരിക്കും അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് പ്രധാനമായിട്ടും എന്താണ് വേണ്ടത്? അവിടെ ഭരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയർ ഒക്കെയാണോ വേണ്ടേ? അല്ല, അവർക്ക് ഇവിടുന്ന് മാക്സിമം പൈസ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ ഈ പെസൻസിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ പിരിച്ചെടുക്കും, അല്ലെങ്കിൽ ഈ ജന്മികൾ മൂലമായിട്ട് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ രാജാവിന്റെ മൂലം പിടിച്ചെടുക്കും അല്ലെ. അപ്പൊ തിരുവിതാംകൂറിലൊക്കെ രാജാവ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാജാവിന്റെ കയ്യിൽ നിന്നുമായിരുന്നു ആ പൈസ വാങ്ങിയിരുന്നത്. രാജാവ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് നീതി വാങ്ങും. ഇവിടെ എന്ന് പറയുമ്പോൾ ലാൻഡ് ലോഡ്സിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കർഷകരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന പൈസ പിരിച്ചെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം മൂലം ഈ നികുതി നടപടികൾ കാരണം അവിടെയുള്ള ആളുകൾക്ക് കടുത്ത രീതിയിലുള്ള ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അവരെ ഹിന്ദു ലാൻഡ് ലോഡ്സിനെതിരെ സായുധ കലാപത്തിലേക്ക് കടക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഒരുപാട് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെതിരെയും അവർ സായുധ കലാപത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് വിളിക്കുന്നത്? മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ റിബല്യൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതെന്താണ്? ഒരു ആംഡ് റിവോൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ആരാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ തെറ്റായല്ലോ. മുഹമ്മദ് അലി, ഷർക്കത്ത് അലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരല്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. യെസ് മിസ്സേ, അവിടെ ഷരാക്കത്ത് അലി തന്നെയാണോ അതോ ഷൗക്കത്ത് അലിയാ? ക്വസ്റ്റിനകത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. മേ ബി PSC ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഉണ്ടായ ഒരു ഇതായിരിക്കും. ഷർക്കത്ത് അലി എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടു എന്നേ ഉള്ളൂ. അലി ശരിക്കും ഷൗക്കത്ത് അലിയാണോ ഷരാക്കത്ത് അലിയാണോ എന്നാ ചോദിച്ചത്. ശരിക്കും ഷൗക്കത്ത് അലി എന്നാണ് നമ്മൾ സാധാരണ പഠിക്കാറ്. പിന്നെ ആ പൂക്കോട്ടൂർ വാർ ഉണ്ടായത് ആരോ ഒരാള് തോക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടല്ല, ആ ആളെ പേരെന്താ? ആളുടെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ.
മലബാർ ഷൗക്കത്ത് റിബല്യനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊരു ഇത് തന്നെ അറിയുള്ളൂ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഷൗക്കത്ത് അലി എന്നാണ് എന്റെ ഒരു ഓർമ്മയില്ല. അത് ശരിയാണോന്ന് അറിയാൻ അതെ. അപ്പൊ ചോദിച്ചതാ. ഷൗക്കത്ത് അലി തന്നെയാണ് നമ്മൾ പഠിക്കാറ്. അതുകൊണ്ടാണ് എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഇതായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോംഡ് ഇൻ ദ ഇയർ. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എപ്പോഴാണ് രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെറും സിമ്പിൾ MCQ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് വേറെ ലോജിക്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് പഠിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴാണ്? 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, മനസ്സിലല്ലോ? യെസ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴാണ്? 1938 രൂപീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ വിത്ത് ദ എയിം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഫുള്ളി റെസ്പോൺസിബിൾ ഗവൺമെന്റ്. നമ്മൾ അറിയാലേ, ഉത്തരവാദ ഗവൺമെന്റ് രൂപീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. പട്ടംതാണു പിള്ളയായിരുന്നു അതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പട്ടംതാണു പിള്ള കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു. ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു. ദ പാർട്ടി ലോഞ്ച്ഡ് എ സ്റ്റേറ്റ് വൈഡ് ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇൻ ഓഗസ്റ്റ് 1938. അപ്പൊ 1938 എന്താണ്? ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അത് 1938 ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ഈയിടെയായിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് സ്ഥിരം കാണുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ സാധനം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ജനറൽ PSC നടന്നിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ചോദ്യപേപ്പറിനകത്തും ഇതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം, പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് PSCക്ക് ഈ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ മോഡലിൽ തന്നെ ചോദ്യം ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നല്ലേ? അപ്പൊ ഒരു ട്രെൻഡാണ് ഇപ്പോഴത്തെ ഈ ക്രോണോളജിക്കൽ ഓർഡർ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്തൊരു ഇവന്റ് പഠിക്കുമ്പോഴും അതിന്റെ ആ ഒരു വർഷം നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഈ ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കാം എന്തൊക്കെയാ തന്നിരിക്കുന്നത്. പാലിയൻ സത്യാഗ്രഹം തന്നിട്ടുണ്ട്, വൈക്കം സത്യാഗ്രഹം, പുന്നപ്ര വയലാർ അജിറ്റേഷൻ, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം. അറിയാലേ, 1924 നടക്കുന്നത്. പിന്നെന്താ? ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുന്നപ്ര വയലാർ അജിറ്റേഷൻ, ഏറ്റവും അവസാനമായിട്ടാണ് പാലിയം സത്യാഗ്രഹം നടത്തുന്നത്. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാലിയം സത്യാഗ്രഹം 1947 നടക്കുന്നത്. അപ്പോ എവിടെയാണ്? ചേന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊച്ചി കിങ്ഡത്തിന്റെ കീഴിൽ ചേന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. എന്താണ് അവിടെ? പാലിയം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു പാതയിലൂടെ താഴ്ന്ന ജാതിയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റയിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടും നേതാക്കൾ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ SNDP, അതേപോലെ തന്നെ പുലിയ മഹാസഭ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? അതിലെയൊക്കെ പല നേതാക്കന്മാരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പാലിയം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ടായിരുന്ന ഒരു സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് 1947 നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്രോണോളജിക്കൽ ഓർഡർ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് വരും. അടുത്തത് വൈക്കം സത്യാഗ്രഹം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യപേപ്പറിനെ സംബന്ധിച്ചിടത്തോളം. പൊളിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് റിനൈസൻസ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ ഒരു എന്താ പറയാ, കേരളത്തിലെ ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന 1924 നടക്കുന്നത്. മാർച്ച് 30 മുതൽ നവംബർ 23 വരെ. 1924 തുടങ്ങി 1925 വരെ നീണ്ടു നിന്നിട്ടുള്ള ഒരു സത്യാഗ്രഹ സമരമായിരുന്നു. അപ്പൊ ഇത് അറിയാം നമുക്ക്, കാരണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുപാടുള്ള വഴിയിൽ കൂടെ താഴ്ന്ന ജനങ്ങൾക്ക് നടക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട്, അതുവഴി ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു സമരമാണിത്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? TK മാധവൻ, KP കേശവ മേനോൻ, KK എളപ്പൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ, ജോർജ് ജോസഫ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായിരുന്നു? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഗാന്ധിജിയുടെ സപ്പോർട്ടും എന്തുണ്ടായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് ഉണ്ടായിരുന്നു.
ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് 1925 നടക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആളുകള് അവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ പറഞ്ഞ പോലെ നടക്കാനുള്ള അനുമതി തരുന്നത് വരെയും എന്ത് ചെയ്തിരുന്നു? സത്യാഗ്രഹം അനുഷ്ഠിക്കുക എന്നുള്ളൊരു അഹിംസാപരമായിട്ടുള്ളൊരു സ്ട്രഗിൾ ആയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ആരംഭിച്ച സത്യാഗ്രഹമായിരുന്നു. ഇതിന്റെ മോട്ടീവ് അറിയാമല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ജാതിഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇത്. അപ്പോ ഇതിലെ നേതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്കിനും KPCCയുടെ നേതാക്കൾ KK ഇളപ്പൻ, AK ഗോപാലൻ, അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം എന്തായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കളായിരുന്നു. ഇതില് AK ഗോപാലൻ ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AK ഗോപാലനാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയൊക്കെ ഗുരുവായൂരിൽ സ്ഥാപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ സ്മരണാർത്ഥം. അപ്പൊ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? ഇവിടെയും സത്യാഗ്രഹം തന്നെയായിരുന്നു ഇവർ ആചരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സമരം എന്ന് പറയുന്നത്. അങ്ങനെ 1932 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ജനങ്ങൾക്ക് ഈ പറയുന്ന അമ്പലത്തിനകത്ത് കടക്കാനായിട്ടുള്ള ഒരു അനുമതി നൽകുന്നുണ്ട്. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് 1938 വരുന്നതോടുകൂടി എല്ലാ ആളുകൾക്കും എല്ലാ ക്ഷേത്രത്തിലും കടക്കാനുള്ള ഒരു അനുമതിയും കൂടി വരുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? പ്രധാനമായിട്ടും നോക്കേണ്ടത് നേതാക്കളെയാണ്. നേതാക്കളെ പൊതുവെ ഞാൻ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇതിനകത്ത് AK ഗോപാലൻ എന്ന് പറയുന്ന വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ്. അതേപോലെ തന്നെ P കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹവും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം എൻഗേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിയടിക്കുന്ന ആദ്യത്തെ അബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നത് ഈ P കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അദ്ദേഹവും ഇതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഇനി കറക്റ്റായിട്ട് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ചാണ് പറയുന്നത്. മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സൗണ്ട് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് പുന്നപ്ര വയലാർ സമരമാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. എപ്പോഴാണ്? വാസ് എ മിലിറ്റന്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. ഇതെന്താ ചെയ്യുന്നത്? ട്രാവൻകൂറിലുള്ള ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമരത്തിനെതിരെ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ആ ഒരു ദിവാന്റെ എന്താ പറയാ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ഒരു അപ്രൈസിംഗ് ആണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. 1946 ഇത് നടക്കുന്നത്. ഇത് ജസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു എന്ന് മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 18ാമത്തെ ചോദ്യം. ഹൂ പ്രൊക്ലൈംഡ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ? ട്രാവൻകൂറിലെ സൗജന്യമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദിക്കുന്നത്. ഭരണാധികാരി ആരാണെന്നാണ് ചോദിക്കുന്നത്. 1817 അത് ആരംഭിക്കുന്നത്. നമ്മുടെ ഉത്തരം ആരാണ്? ഓപ്ഷൻ D ആണ്. ഗൗരി പാർവതി ഭായ് ആണ് അല്ലെ? അപ്പൊ നോക്കുക, മഹാറാണി ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായി 1802 മുതൽ 1853 വരെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവര് ഭരിച്ചിരുന്നത് 1815 തൊട്ട് 1829 വരെ. അവര് മഹാറാണി ഗൗരി ലക്ഷ്മിബായിക്ക് ശേഷം ഭരണമനുഷ്ഠിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു. ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, അടിമത്തം നിരോധിച്ചിട്ടുള്ള ആള് എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു പോയിന്റ് അല്ലെ? അതേപോലെ തന്നെ പാർവതിബായിയെ കുറിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്വാതി തിരുനാള് അന്ന് പ്രായമായിരുന്നില്ല, അതായത് ഭരണത്തിൽ വരാനായിട്ടുള്ള പ്രായമായിരുന്നില്ല. അപ്പൊ അതിനു മുൻപ് അത്രയും കാലം വരെ സ്വാതി തിരുനാള് ഭരണത്തിലേക്ക് വരുന്നത് വരെയും ഭരണത്തിലിരുന്ന വ്യക്തിയായിരുന്നു മഹാറാണി ഗൗരി പാർവതി ഭായി എന്ന് പറയുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം. ഈ പാർവതിബായിന്റെ ആരാന്നാ പറഞ്ഞ? ലക്ഷ്മിബായി? പാർവതിബായിക്ക് മുൻപ് ഭരണത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അവരെന്തേ റിലേറ്റീവ്സ് ആണോ? ഇല്ല, അവരെല്ലാവരും രാജകുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അതായത് മരുമത്തായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമായിരുന്നു അവിടെ ഫോളോ ചെയ്തിരുന്നത്. അതായത് മക്കളല്ല ഭരണത്തിൽ വരിക, നെഫ്യൂസ് ആണ് ഭരണത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് മുമ്പുണ്ടായിരുന്ന അവിടുത്തെ ഏറ്റവും മൂത്ത പെങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആളായിരിക്കും ഭരണത്തിൽ എപ്പോഴും വരിക. അതായത് അമ്മ വഴിയുള്ള സക്സഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ അമ്മാവിന്റെ കയ്യിൽ നിന്ന് അടുത്ത നെഫ്യൂ, അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിനകത്ത്. അപ്പൊ ഈ പറയുന്ന നെഫ്യൂ പ്രായപൂർത്തിയാകുന്നത് വരെയും അവിടെ
സീറ്റ് ഫില്ല് ചെയ്തിരുന്നത് അവിടുത്തെ ഏറ്റവും മൂത്ത സന്തതിയായിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഹലോ ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട നവോത്ഥാന നേതാക്കളെ തന്നിട്ടുണ്ട്. അവരുടെ രചനകളാണ് ഇപ്പുറത്തെ ഭാഗത്ത് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മളോട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. VT ഭട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു. ഇപ്പുറത്ത് കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട്. ദർശനമാല, പ്രാചീന മലയാളം, അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക്, അഭിനവ കേരളം, ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു കാര്യം കിട്ടും. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ്? അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയാണ്. അതേപോലെ കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ രചനയാണ്. അപ്പൊ ഒന്ന് സി എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ കിട്ടി അല്ലെ. അപ്പോ ഒന്നിലേക്ക് ബി അല്ലെങ്കിൽ ഡി എ വരുള്ളൂ ഉത്തരം എന്ന് നമുക്ക് കിട്ടും അല്ലെ. അടുത്തത് എന്താ നോക്കേണ്ടത്? ഓക്കെ, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ എന്താണ്? അഭിനവ കേരളം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രചന. അപ്പൊ 2 ഡി എന്നുള്ളത് കിട്ടി അല്ലെ. അടുത്തത് 3 ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമികളുടെ എന്താണ്? പ്രാചീന മലയാളമാണ് അദ്ദേഹത്തിന്റെ രചന എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമിയുടെ ഒരുപാട് രചനകൾ പൊതുവെ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയതാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമാലയാണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നിങ്ങളുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും വലിയതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ചട്ടമ്പി സ്വാമിയുടെ പുസ്തകങ്ങള്, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങള്. ഈ 2 എണ്ണത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആണെങ്കിലും ഏതെങ്കിലും 2 പേരുടെ വർക്ക് അറിയുമെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരുടെയും പഠിച്ചില്ലെങ്കിലും ഇവരുടെ 2 പേരുടെയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രചനകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുവരെ 3-4 എണ്ണം നോക്കിയാൽ എല്ലാത്തിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും രചനകളുടെ പുസ്തകങ്ങൾ രചനകളുടെ ചോദ്യങ്ങൾ ഞാൻ കാണുന്നുണ്ടായി. അതുകൊണ്ട് അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ഒരു കാര്യം പറയുണ്ടായി അല്ലെ. എപ്പോഴാണ്? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയുണ്ടായി അല്ലെ. അദ്ദേഹത്തിൻ്റെതായിരുന്നു സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഹി വാസ് ബോൺ ഇൻ 1878 ചിറയൻകീൽ താലൂക്ക് എന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അടുത്തത്, ഹി എൻകറേജ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അദ്ദേഹം വെസ്റ്റേൺ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നിട്ടുണ്ട്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് മലബാർ മുസ്ലിം മഹാസഭ. മലബാർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകനായിരുന്നു തന്നിട്ടുണ്ട്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വെസ്റ്റേൺ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തു, അതേപോലെ തന്നെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു റിഫോമർ ആയിരുന്നു അന്ന് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് പല കമ്മ്യൂണിറ്റികളിലും എന്തുണ്ടായിരുന്നില്ല? വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഇവരിലൊക്കെ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തെ വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം, അതേപോലെ മോഡേൺ വിദ്യാഭ്യാസം എന്നിവയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അന്നത്തെ തിരുവിതാംകൂർ ഭരണത്തിനെതിരെ ഒരു എഡിറ്റോറിയൽ എഴുതിയ സമയത്ത് അദ്ദേഹത്തെ നാട് കടത്തുകയുണ്ടായി. അങ്ങനെ നാട് കടത്തിയ സമയത്ത് ഈ ഒരു സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അടച്ചുപൂട്ടാനായിട്ട് കാരണമായി. ആ സമയത്ത് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ളത് ചോദിക്കാം. ഇത്രയുമാണ് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ചും കൂടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ചധികം ടോപ്പിക്ക് പറയുന്നുണ്ട്. എന്താണ് ഇദ്ദേഹം സൂപ്പർസ്റ്റിഷൻസിനെയൊക്കെ എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വെസ്റ്റേൺ ആയിട്ടുള്ള കുറെ ഐഡിയാസിനോടൊക്കെ ഇതുണ്ടായിരുന്ന എന്താ പറയാ അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. 1905 ഇത് ആരംഭിക്കുന്നത്. അതിന്റെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ നാട് കടത്തുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയണ്ടായി. അത് മാത്രമല്ല, മുസ്ലിം എന്ന പേരില്, അൽ ഇസ്ലാം എന്നുള്ള പേരില്, ഈ രണ്ട് പേരില് മാഗസിനുകൾ ആരംഭിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇത് രണ്ട് മാഗസിനുകളാണ്, അത് പ്രസിദ്ധീകരണങ്ങളാണ് കേട്ടോ. മുസ്ലിം എന്നുള്ള പേരിലും അൽ ഇസ്ലാം എന്നുള്ള പേരിലും പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ എന്ന് പറയുന്നത് ചിറയൻകീഴ് താലൂക്കിൽ ആരംഭിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, അത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ 20 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 20 ചോദ്യങ്ങൾ, ബാക്കി ഉണ്ടായിരുന്ന 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഓക്കെയാണ്, വേറെ ഡൗട്ടുകൾ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ അത് ക്ലിയർ ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മകഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കോഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വേറെ ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.